എയർലൈൻ ജോബിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ കയറുന്ന സമയത്ത് നടത്തുന്ന കുറേ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുണ്ട്. അതുപോലെ തന്നെ എയർലൈൻ ജോബിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവരുതെന്ന് കുറേ പേര് മെസ്സേജൊക്കെ ചെയ്ത് ചോദിക്കാറുണ്ട്. ഇപ്പം എനിക്കതിന് ഒരു റിപ്ലൈ തരാൻ പറ്റിയൊരവസ്ഥയാണ്. കാരണം ഞാനും റിസൈൻ ചെയ്ത് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. ഓരോരുത്തരുടെ പോസ്റ്റ് അനുസരിച്ചും അതേപോലെ തന്നെ ഓരോരുത്തരുടെ എയർലൈനിലെ പോളിസി അനുസരിച്ചിട്ടാണ് എത്രയാണ് നോട്ടീസ് പീരീഡ് എന്നുള്ളത്. ചില എയർലൈനിൽ 1 മന്ത് ആയിരിക്കും, ചില എയർലൈനിൽ 3 മന്ത്സ് ആയിരിക്കും, ചിലവിടത്ത് 6 മന്ത്സ് വരെ നോട്ടീസ് പീരീഡ് ഉള്ള എയർലൈൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് 3 മന്ത്സാണ് നോട്ടീസ് പീരീഡ്, അഥവാ 90 ഡേയ്സ് എന്ന് പറയും. സോ 3 മന്ത്സ് നമ്മൾ വർക്ക് ചെയ്യണം. വിത്ത് സാലറി തന്നെയാണ് കേട്ടോ ഈ ഒരു നോട്ടീസ് പീരീഡ് ഉണ്ടാവുക. ലാസ്റ്റത്തെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ കൂടെ ആയിരിക്കും അവർ തരാം. അഥവാ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതെ നമ്മൾ അബ്സ്കോണ്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രൊസീജിയർ എന്നല്ലേ. നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പാസ് സറണ്ടറിങ് കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറൊരു എയർലൈനിലേക്കാണ് നമ്മൾ ജോബ് കയറുന്നതെങ്കിൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രീവിയസ് കമ്പനിയിൽ കറക്റ്റായിട്ട് പാസ് സറണ്ടർ ചെയ്ത് അതിൻ്റെ നോട്ടീസ് പീരീഡൊക്കെ സെർവ് ചെയ്ത് അതെല്ലാം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വേറൊരു എയർലൈനിൽ ജോബ് കിട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫീൽഡിലാണ് എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രശ്നം വരില്ല, നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതെ പോകുന്നത്. പക്ഷേ നമ്മൾ എയർലൈൻ ജോബാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണം.